وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. السلام عليكم ورحمة الله وبركاته. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ ജനതയിൽ നിന്ന് വാങ്ങിയ കരാറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ നിങ്ങൾ അല്ലാഹുവെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന കരാർ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അടുത്ത ബന്ധുക്കൾക്കും നിങ്ങൾ നന്മ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തു. ഇനി ഈ ആയത്തിന്റെ 5-ാമത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ ജനതയിൽ നിന്ന് വാങ്ങിയ കരാറായി എടുത്തു പറഞ്ഞതിലെ യതീമുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും യതീമുകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്ന് പറഞ്ഞതിലെ യതീമുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനാഥകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, യതീമുകൾ അഥവാ അനാഥകൾ എന്ന് പറഞ്ഞാൽ അവർ പിതാക്കൾ മരണപ്പെട്ട ഉപജീവനത്തിന് യാതൊരു വകയുമില്ലാത്ത കുട്ടികളാണ്. ഈ കുട്ടികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വളരെ ശക്തമായ ഭാഷയിലാണ് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഓരോ നിർദ്ദേശങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്ത് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഇവിടെ നന്മ ചെയ്യാൻ പറഞ്ഞ വിഷയത്തിൽ ആദ്യമായി പറഞ്ഞതെന്താ? അത് മാതാപിതാക്കളോട് നന്മ ചെയ്യാനാണ്. അതായത് മാതാപിതാക്കളോട് എല്ലാ നിലക്കുള്ള നന്മയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്, ഈ നന്മ അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെയുള്ള എല്ലാ നന്മകളും ഇതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്, ഇതിൽ മാതാപിതാക്കളോട് തെറ്റു ചെയ്യുന്നതിന് വിരോധിക്കുന്ന കാര്യവും ഈ ആയത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. അതായത് നന്മ ചെയ്യാതിരിക്കലും അതുപോലെ തന്നെ തെറ്റു ചെയ്യലും, ഇത് രണ്ടും നന്മ ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യമാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം കൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിരായിട്ടുള്ളത് വിരോധിക്കലുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നന്മ ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ഇഹ്സാൻ, അതിന് 2 നിലക്കുള്ള എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ്. ഒന്ന് തെറ്റ് ചെയ്യലാണ് എങ്കിൽ രണ്ടാമത്തേത് നന്മ ചെയ്യുന്നത് ഉപേക്ഷിക്കലാണ്. ഈ 2 കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ നമ്മൾ അത് എടുക്കുമ്പോൾ അനാഥകളോട് നന്മ ചെയ്യുക എന്ന അല്ലാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് പറയുമ്പോൾ അതിന് എതിരായി വരുന്ന കാര്യങ്ങളാണ് അവരോട് തെറ്റു ചെയ്യുന്നതും അതുപോലെ തന്നെ അവരോട് നന്മ ചെയ്യാതിരിക്കുന്നതും. ഈ വിഷയത്തിന് അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ പലപ്പോഴും ഈ വിഷയത്തെ വളരെ ശക്തമായ ഭാഷയിൽ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. സൂറത്തു മാഊനിലെ 1-2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ?
നമുക്കെല്ലാം വളരെ സുപരിചിതമായ ആയത്താണ്. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ വ്യാജമാക്കുന്നവൻ ആരാണ് എന്ന് നീ കണ്ടുവോ എന്നാണ്. ഇവിടെ മതത്തെ വ്യാജമാക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി എണ്ണിപ്പറഞ്ഞത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥ കുട്ടിയെ തള്ളിക്കളയുന്നവൻ അത്രേ അത് എന്നാണ്. അനാഥ കുട്ടികളോട് ഒരു ദയയും കാണിക്കാത്ത, ഈ അനാഥ കുട്ടികളോട് പരുഷമായി പെരുമാറുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. ഇത് അനാഥ കുട്ടികളോട് ഇഹ്സാൻ പ്രകടിപ്പിക്കണമെന്നാണ്, നന്മ കാണിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഈ നന്മ അത് എണ്ണിക്കണക്കാക്കി നിശ്ചയിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ, ഈ നന്മക്ക് ഒരു പരിധി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രമാത്രം വിശാലമാണ് സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവത്തിൽ കാണേണ്ട മൗലികമായ, നമ്മുടെ സ്വഭാവപരമായ പെരുമാറ്റത്തിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രകടിപ്പിക്കേണ്ട നിഷ്കളങ്കമായ നന്മയായിരിക്കണം അത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അനാഥകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു പുണ്യകർമ്മമായിക്കൊണ്ട്, ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി കഹാതൈൻ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചൂണ്ടുവിരലും മധ്യവിരലും ചൂണ്ടുകയും അവ അകറ്റിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഒരു യതീമിന്റെ ഒരു കുട്ടി അത് യതീമാകുന്നത് തൻ്റെ പിതാവ് ആ കുഞ്ഞു പ്രായത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. അതിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത്, പിതാവ് തൻ്റെ കുഞ്ഞുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വികാരമാണ് സഹോദരങ്ങളെ. ഒരു പിതാവിൻ്റെ വാത്സല്യമാണ് ചെറുപ്രായത്തിൽ ഒരു യതീമിന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ആ ഒരു സ്നേഹാദരവ് അത് യതീം മക്കളോട് സത്യവിശ്വാസികൾ കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ളമ്മ യതീമൻ ലഹു ഔ ലിഗൈരിഹി ഹത്താ യുഗ്നിയഹു അല്ലാഹു അൻഹു, ഒരാൾ തനിക്കുള്ള ഒരു യതീമിനെ അല്ലെങ്കിൽ അന്യനായ ഒരാളുടെ യതീമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യതീമിന് സ്വയം പര്യാപ്തത നൽകുന്നത് വരെ തന്നിലേക്ക് ചേർത്ത് വളർത്തിയാൽ, എങ്ങനെ ഒരു യതീമിനെ അല്ലെങ്കിൽ അന്യനായ ഒരാളുടെ യതീമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യതീമിന് സ്വയം പര്യാപ്തത നൽകുന്നത് വരെ തന്നിലേക്ക് ചേർത്ത് വളർത്തിക്കഴിഞ്ഞാൽ വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇമാം അൽബാനി റഹിമഹുള്ള സ്വഹീഹാണെന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസാ സഹോദരങ്ങളെ. അപ്പോ ഒരു സത്യവിശ്വാസി ഒരു അനാഥയെ സ്വയം പര്യാപ്തത എത്തുന്നത് വരെ നോക്കിക്കഴിഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അനാഥകളെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് എന്നതിന് ഇതിനും വലിയൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല സഹോദരങ്ങളെ. അപ്പോ ഇസ്ലാം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൽപ്പിച്ച ഒരു വിഷയമാണ് അനാഥകളോട് നന്മ ചെയ്യുക എന്ന കാര്യം. ഈ ഒരു കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളിൽ മാത്രമല്ല, അത് പൂർവ്വകാല സമുദായത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവ്വം കൽപ്പിച്ച ഒരു വിഷയമാണ് എന്ന് സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിൽ നിന്നും വാങ്ങിയ കരാറുകൾ എണ്ണി പറയുമ്പോൾ യതീമുകളോട് നന്മ ചെയ്യണമെന്ന വിഷയത്തിലും അവരോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞ ഏതാനും കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.